ഹലോ ഗൈസ്, വെൽക്കം ടു ദാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സേമിയ പുഡിങ് അല്ലെങ്കിൽ സേമിയ ഉറപ്പിച്ചത് എന്നൊക്കെ ഇതിനെ പറയാട്ടോ. ഈ നോമ്പ് വരികയല്ലേ ഇന്ന്, നോമ്പിനൊക്കെ നമ്മൾക്ക് നല്ല തണുപ്പിച്ചിട്ട് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നോമ്പ് മുറിക്കുന്ന സമയത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുകൂടാതെ നമ്മൾ ഈവനിങ് ആയിട്ട് നോമ്പല്ലാത്ത സമയത്ത് ഈവനിങ്ങിൻ്റെ ടൈമിന് നമ്മൾക്ക് നേരത്തെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനും അല്ലാതെ ഫ്രിഡ്ജിൽ വെക്കാതെ ചൂടോടുകൂടി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കാരണം എനിക്ക് എല്ലാവരുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വരെ കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഒരു കുണ്ടമില്ല, ഒരു ഫ്രൈ പാൻ വേണം വെക്കാൻ. ഓക്കെ, ഇതിലേക്ക് നോൺ സ്റ്റിക്കിൻ്റെ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രീസറിലായിരുന്നു പാല് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പെട്ടെന്നൊന്നും അലിഞ്ഞ് കിട്ടൂല. ഇനി കുറച്ചൊന്നും അലിഞ്ഞ് കിട്ടട്ടിട്ടാ. ഇതൊന്ന് പാലൊന്ന് അലിയട്ടെ, എന്നിട്ട് വേണം നമ്മൾ ഇതിൽ സേമിയൊക്കെ ഇടാൻ വേണ്ടി. ഓക്കെ, ഞാനൊരു കവറ് പാല് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ട് അതിൽ ഫുള്ളായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ലേ, അപ്പം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് കുലുക്കി അതിലേക്ക് ഒഴിക്കാട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം പാല്. അപ്പോൾ 1 കപ്പ് വറുത്ത സേമിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പാലിന് കണക്കായിട്ടിട്ട് വറുത്ത സേമിയ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് 2 കൊട്ട പാല് നിങ്ങൾ ഒഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് 2 കപ്പ് സേമിയ എടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾക്ക് നല്ല പുഡിങ്ങിൻ്റെ ടൈപ്പിലല്ലേ നമുക്ക് വേണ്ടത്. അപ്പം കൂടുതലായിട്ട് നമ്മളിതിൽ പാലൊഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പായസം പരുവായി കിട്ടും. ഓക്കെ, ഇത് പുഡിങ്ങിൻ്റെ രീതിയിലായതുകൊണ്ട് നമ്മൾ പാല് കുറക്കാട്ടോ, എന്നാൽ മാത്രമേ നമുക്കിങ്ങനെ തിക്കായിട്ട് കിട്ടത്തുള്ളൂ. ഇത് പാലിൽ തന്നെ ആക്കണം നിർബന്ധമില്ല, പാൽപ്പൊടിയിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാൽപ്പൊടി ഇട്ട പാൽപ്പൊടീൻ്റെ മിക്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് പാൽപ്പൊടീൻ്റെ മിക്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി മിൽക്ക് പൗഡർ കലക്കി വെച്ചതാണ് കേട്ടോ. അത് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് ലൂസായി കിട്ടാൻ വേണ്ടി. ഓക്കെ, ഇതാ നല്ലോണം വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ന്യൂട്ടല്ല കേട്ടോ, മിൽക്ക് മെയ്ഡ് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഞാൻ ഓൾറെഡി നമ്മൾ ബാക്കി വന്നിട്ടുള്ള പാലല്ല പാൽപ്പൊടി കലക്കി വെച്ച പാൽപ്പൊടീൻ്റെ അതിലേക്ക് ഞാൻ കസ്റ്റാർഡ് പൗഡർ ഒരു ഇത്തിരി ഒരു 1.5 ടീസ്പൂണ് മാത്രമേ ഇട്ട് കൊടുക്കണ്ട, അധികം ഒന്നും ഇട്ട് കൊടുക്കണ്ട. ഓൾറെഡി ഇത് തിക്കായിട്ട് തന്നെ ഇരിക്കുന്ന സാധനമാണ്. അപ്പം നമുക്ക് ഒരു 1.5 ടീസ്പൂണ് അല്ലെങ്കിൽ 1 ടീസ്പൂണ് മാത്രം മതി കേട്ടോ. നമ്മൾക്ക് ഇത് അനുസരിച്ചിട്ട് കേട്ടോ, സേമിയൻ്റെ ഇതനുസരിച്ചിട്ട് അത്ര ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പം 1 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല മിക്സാക്കിയിട്ട് നമുക്ക് അവിടെ വെക്കാം. അപ്പോൾ അടുത്തത് ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഓവറായിട്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ മിതമായിട്ട് മാത്രമേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. ഞാൻ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മാത്രമേ, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, എൻ്റെത് ടീസ്പൂണിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെത് തീരെ മധുരം ഉണ്ടായിട്ടില്ല, മധുരം കുറവാണ് ഉണ്ടായത്. പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ വേണ്ടി. എന്നിട്ട് അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറില്ലേ, അതിൻ്റെ മിക്സില്ലേ, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നല്ലോണം തിക്കായിട്ട് വരും. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ സമയത്ത്. പാൽപ്പൊടിയും പാലും സേമിയും ഒക്കെ കൂടിയിട്ട് ഭയങ്കര പ്രത്യേക ഒരു സ്മെല്ല് ഈ സമയത്ത് നിങ്ങൾ കേൾക്കാം. പക്ഷേ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേണം കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി. കൂടുതൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്നും നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. പെട്ടെന്ന് അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോകും കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് പോവും. നിങ്ങൾ നോക്കാം മധുരം കുറവുണ്ടോയെന്ന്. അപ്പം മധുരം ഇല്ലെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാൻ.
ഓക്കെ. എന്നിട്ട് ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് എൻ്റെ കയ്യിൽ മധുരം കുറവാണ് ഉണ്ടായത്. പ്രശ്നമൊന്നുമില്ല കേട്ടോ, മധുരത്തിൽ തന്നെ കുടിക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. ഇത് എൻ്റെ കിറ്റിപ്പെണ്ണ് പായസം കുടിക്കാൻ റെഡി ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. മറ്റേ രണ്ടുപേരും എവിടെയോ കറങ്ങാൻ വേണ്ടി പോയിട്ട് അതിൽ സ്നോ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഒരു ഇത്തിരി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ന്യൂട്ടല്ലേ തന്നെ പറയുന്നത്, മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണേ. ഓക്കെ. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് മിൽക്ക് മെയ്ഡ് ചേർക്കാത്തത്. അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാലില്ലെങ്കിൽ കോക്കനട്ട് പൗഡർ മിക്സ് ഇല്ലേ, അത് വാങ്ങാൻ കിട്ടും. അത് കലക്കിയിട്ട് നമുക്ക് ഇതിലൊഴിക്കാം. ഒരു 1/4 കപ്പ് കോക്കനട്ട് വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടും കേട്ടോ. അങ്ങനെയും ചേർക്കാം. അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. ഇങ്ങനെ വെട്ടിത്തിളക്കലില്ല, അങ്ങനെ തിളക്കാൻ വേണ്ടി പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ പായസം റെഡി. ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഓക്കെ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് റമദാൻ്റെ തലേന്നാണ് കേട്ടോ. നോമ്പിൻ്റെ തലേന്നാണ് ഇത് ഉണ്ടാക്കിയത്. ഈ നോമ്പ് കാലം ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് കേട്ടോ. ഭയങ്കര ചൂട് കാലാവസ്ഥയല്ലേ ഇപ്പം. ആ സമയത്ത് നമ്മൾക്ക് ഈ തണുത്ത ഇതൊന്നും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാലില്ല നല്ല സുഖമാണ് കേട്ടോ. നോമ്പിന് നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോമ്പ് സമയത്ത് നിങ്ങൾ നേരത്തെ ഉണ്ടാക്കുക, എന്നിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ. എന്നിട്ട് നോമ്പ് മുറിക്കുമ്പോൾ ഇത് കഴിച്ച് നല്ല തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. നല്ല രസമുണ്ട് നമുക്ക് കുടിക്കാൻ വേണ്ടി. അധികം പഞ്ചസാര ഇടാണ്ടിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ എൻ്റെ പായസം ഇതാ പിന്നെ നല്ല കുറുകി വരുന്നുണ്ട്. ഓൾറെഡി റെഡി ആയിട്ടാ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിതിലിനി കാച്ചി ഒഴിക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ പിന്നെ ഏലക്കപ്പൊടിയില്ലേ, ഏലക്ക പൗഡർ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. എനിക്കത് മറന്നു പോയതാണ്, സോറി ഗൈസ്. ഏലക്ക പൗഡർ ഇടാൻ നിങ്ങൾ മറക്കരുത്. ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. ഞാനിതിപ്പോൾ ഏലക്ക പൗഡറും ഇട്ടിട്ടില്ല, മിൽക്ക് മെയ്ഡും ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ടും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ. അപ്പം ഇത് ഏലക്ക പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വറുത്തിടാനുണ്ട്. കിസ്മിസും ഇതൊക്കെ വറുത്തിടാനുണ്ട് കേട്ടോ. അപ്പം അത് നമുക്കിത് വറുത്തിടണം. അതിനുവേണ്ടി ഞാനൊരു ഇത്തിരി അധികം ഗീ ഒഴിച്ചിട്ടില്ല കേട്ടോ. 1 ടീസ്പൂണേ ഞാൻ ഒഴിച്ചിട്ടില്ല. അധികം ഗീ ഞാൻ ഉപയോഗിക്കാറില്ല. എല്ലാം മിതമായിട്ടേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഗീ എല്ലാം. ഓക്കെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടുന്ന് ശബ്ദം കൊടുക്കുന്നത് കണ്ടിട്ട് ഒരാൾ പുറത്തുനിന്ന് ഓടി വന്നിട്ട് എൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ടാണ് കേട്ടോ ഉള്ളത്. ആരെന്നറിയാം, എൻ്റെ സിമ്പുക്കുട്ടനാണ് കേട്ടോ. എൻ്റെ ഷിമ്പുക്കുട്ടൻ ഹലോ ആക്കിയാൻ കുറുകുറു ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കുറുകുറു ഷിമ്പു മ്യാവ് ഓക്കെ, മ്യാവ് മ്യാവ് മ്യാവ്. ആ ഓക്കെ ഓക്കെ. മ്യാവ് ആക്കുടാ. ഹലോ ഹലോ ആക്കൂല. ഉറങ്ങണം എൻ്റെ മോനി, ഉറങ്ങിക്കോട്ടെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഫുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഓക്കെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ.